വയനാട് ടൗൺഷിപ്പിനായി കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. 2013 ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ എസ്റ്റേറ്റുകൾ തടസ്സം നിൽക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിധി പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വിധത്തിലുള്ള വാർത്തകൾ തെറ്റായ വിധത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിദ്ധരിക്കാനോ ഇടവന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. നമുക്ക് പ്രശ്നമുള്ളൂ, ആദ്യം മുതലേ ഗവൺമെൻറ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. തിരുവനന്തപുരത്തു നിന്ന് സെയ്ഫ് സൈനുദ്ദീൻ, വയനാട്ടിൽ നിന്ന് ടി അനീസിൽ എന്നിവർ ചേരുന്നു. സെയ്ഫിലേക്ക്. സെയ്ഫ, സർക്കാരിന്റെ മുന്നിൽ പുനരധിവാസം സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു. സ്ഥലം ഏറ്റെടുപ്പായിരുന്നു പിന്നീട് കോടതി കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇതിൽ ആശ്വാസകരമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ളത് നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടിയിരിക്കുന്നു. അത്തരം ചർച്ചകളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണോ സർക്കാർ? ദിവ്യ, ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് വയനാട് മുണ്ടക്കയുടെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ പദ്ധതി പ്രഖ്യാപിക്കാനിരുന്നതാണ്. മുഖ്യമന്ത്രി രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത് രാവിലെ 11 മണിക്ക് ആ പ്രഖ്യാപനം നടത്താനിരുന്നതാണ്. അതിനിടയിലാണ് MD മരിക്കുന്നത്. ഇതോടുകൂടി മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു. സംസ്ഥാന സർക്കാർ വിപുലമായ ഒരു പദ്ധതി വയനാട് മുണ്ടക്കൈക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വീടുകൾ, കാലിത്തൊഴുത്തുകൾ അടക്കം ഏതാണ്ട് 750 കോടിയോളം രൂപയുടെ വിശാലമായ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീട് എന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതിൽ സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി കാണുന്നുണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രിമാർ അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് വിവിധ ആൾക്കാർ സ്പോൺസർഷിപ്പായി വീടുകൾ നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്ഥലം കണ്ടെത്തി നൽകുകയാണെങ്കിൽ വേഗത്തിൽ ആ പുനരധിവാസ പരിപാടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാമെന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ വിപുലമായ പദ്ധതിക്ക് തയ്യാറാക്കി അത് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അത് സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നില്ല, ഭൂമിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 9 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അതിൽ 2 സ്ഥലങ്ങളാണ് ഏറ്റവും ആപ്റ്റായിട്ട് കണ്ടത്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. അവർക്കൊരാശങ്ക, എസ്റ്റേറ്റ് ഉടമകൾക്കുണ്ടായിരുന്ന ആശങ്ക, സംസ്ഥാന സർക്കാർ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ആ പണം കിട്ടാതെ ഇരിക്കുമോ എന്നൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അവർ കോടതിയെ സമീപിച്ചതെന്നാണ് നമുക്ക് ലഭിച്ച ആ വിവരം. പക്ഷേ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി അവരുടെ ആശങ്ക മാറുകയാണ്. കാരണം 2013 നിയമം അനുസരിച്ച്, ആ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ആ ഭൂമി ഏറ്റെടുത്ത് പണം നൽകാം. അത് എത്രയാണോ തുക കണക്കാക്കുന്നത് അത്രയും പണം നൽകണം എന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആ പണം നൽകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന ആ ഭൂമി ഏറ്റെടുക്കൽ, അതിൻ്റെ ഒരു തർക്കം, ആ തർക്കം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എസ്റ്റേറ്റ് ഉടമകൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഒരു അനുനയത്തിൻ്റെ പാതയിലൂടെ അവരെ കൊണ്ടുവന്ന് അവർക്ക് നഷ്ടപരിഹാരം നൽകി ആ ഭൂമി വേഗത്തിൽ ഏറ്റെടുക്കാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ അതിൻ്റെ വിശദമായ ചർച്ച ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ഇതിൻ്റെ വിശാലമായ പദ്ധതി, ഈ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ വിശാലമായ കരട് പദ്ധതി രേഖ ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചിരുന്നു. ആ പദ്ധതി രേഖ മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. എന്നിട്ട് അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പോൺസർമാർ, അതായത് വീടുകൾ വാഗ്ദാനം ചെയ്ത ആൾക്കാരുണ്ട്, 50-ന് മുകളിൽ വീട് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരോടെല്ലാം സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതിയാണോ അംഗീകരിച്ചത്, മന്ത്രിസഭാ യോഗം എന്ത് പദ്ധതിയാണോ അംഗീകരിച്ചത് അവരുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കും. അത് മുഖ്യമന്ത്രി നേരിട്ട് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അന്ന് തന്നെ ഉണ്ടാകും. അതുകൂടി അംഗീകരിച്ച് അവരെല്ലാം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സഹായം പെട്ടെന്ന് വാഗ്ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ വയനാട് മുണ്ടക്കയിലെ ദുരന്തബാധിതർക്കുള്ള സഹായം വേഗത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാർ ഇന്നത്തെ കോടതി വിധിയിൽ വലിയ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ.
ശരി, വയനാട്ടിൽ നിന്ന് ടി അനീസലെ കൂടി ചേരുന്നു. അനീസലെ, ഹാരിസൺ മലയാളത്തിന്റെയും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെയും ഭൂമിയാണ് ഇനി സർക്കാർ ഏറ്റെടുക്കേണ്ടത്. അത് മറ്റ് നിയമക്കുരുക്കിലേക്ക്, കൂടുതൽ നിയമക്കുരുക്കിലേക്കൊന്നും പോകാതെ നഷ്ടപരിഹാരത്തിലൊക്കെ ഒരു ഒത്തുതീർപ്പായാൽ ഭൂമി ഏറ്റെടുക്കൽ സാധ്യമാകും. പുനരധിവാസം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വേഗത്തിൽ തുടർ നടപടികൾ സാധ്യമായാൽ ഇപ്പോൾ അനീസലെ നിൽക്കുന്ന ഭാഗത്ത് ആ എസ്റ്റേറ്റിനടുത്താണോ ഇനി ദുരന്തബാധിതർക്കുള്ള വീടുകൾ ഉയരാൻ പോകുന്നത്? തീർച്ചയായും ദിവ്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. എൻ്റെ പിറകെ കാണുന്നതാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഇവിടെ 78 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. അതോടെ തന്നെ മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റ്, അവിടെ 65 ഹെക്ടർ ഭൂമിയും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഈ രണ്ട് ഭൂമിയും പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഈ സ്ഥലമുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്ന് ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ ഇത് എസ്റ്റേറ്റുകൾക്ക് എതിരാണ് എന്ന് പറയാനുമാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം എന്നുകൂടി ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് ഈ വിധി വന്നിട്ടുള്ളത്. അങ്ങനെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാം, അതിന് തടസ്സങ്ങളില്ല എന്നാണ് കോടതിയുടെ വിധിയുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഏതെങ്കിലും നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നത് ഇവർക്ക് സ്വീകാര്യമല്ല എങ്കിൽ, അല്ലെങ്കിൽ കുറെ കൂടി വേണമെങ്കിൽ അവർക്ക് അതിനും ഹൈക്കോടതിയെ സമീപിക്കാം എന്നൊരു ക്ലോസ് കൂടി വെച്ചുകൊണ്ടാണ് ഈ വിധി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ തടസ്സങ്ങൾ നീങ്ങുകയാണ്. സർക്കാരിന് മുമ്പിലും ഇതൊരു വലിയ നിയമപ്രശ്നമായി, അല്ലെങ്കിൽ ഒരു കീറാമുട്ടിയായി പുനരധിവാസം വൈകുന്നത് ഉണ്ടായിരുന്നു. പ്രതിപക്ഷവും അത് ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം വയനാട് ജില്ലയിലും നമ്മൾ കണ്ടിരുന്നു. കാരണം ഇപ്പോൾ ഈ അടുത്ത 31-ാം തീയതി ആകുമ്പോഴേക്ക് 5 മാസമാവുകയാണ് നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തമുണ്ടായിട്ട്. ഇങ്ങനെ 5 മാസമാകുമ്പോഴും ഈ ആളുകളുടെ പുനരധിവാസം എവിടെയും എത്തിയില്ല എന്നത് വലിയ ആശങ്കയായി, പ്രതിഷേധത്തിന് കാരണമായി ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആളുകളൊക്കെ വാടക വീടുകളിലും അതുപോലെ തന്നെ സർക്കാർ നൽകുന്ന വാടക വീടുകളിലും പിന്നെ ബന്ധു വീടുകളിലൊക്കെയാണ് കഴിയുന്നത്. അവർക്ക് സ്വന്തമായൊരു വീട് എന്നത് അവരുടെ സ്വപ്നമായിരുന്നു. പലർക്കും ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായിരുന്ന, അവിടെ പാടിയിൽ താമസിച്ച ആളുകൾ, പലതരത്തിലുള്ള ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകൾക്ക് സ്വന്തം ഒരു കിടപ്പാടം എന്നത് വലിയ ആവശ്യമായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപനം വന്നത്. ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഒരു തരത്തിൽ വലിയ ആശ്വാസമുണ്ടായിരുന്നു. കാരണം സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ കർണാടക പോലെയുള്ള സർക്കാരുകളുമൊക്കെ ആളുകൾക്ക് 100 വീടുകളും 200 വീടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വീടുകൾ നിർമ്മിക്കണമെങ്കിൽ ഭൂമി ലഭ്യമാകണമായിരുന്നു. അത് ഏറ്റെടുത്ത് നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ന് 4 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അവിടെ സ്വന്തം നിലയിൽ തന്നെ വീട് നിർമ്മാണങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകും. ഇങ്ങനെ ഓരോ സന്നദ്ധ സംഘടനകളും അങ്ങനെ സ്വന്തം നിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനും അത് വാങ്ങി വീട് നിർമ്മിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിയമ തടസ്സം നീങ്ങിക്കൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് തീരുമാനമാകാനുള്ളത്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സ്ഥലമുടമകൾ കോടതിയെ സമീപിച്ചാൽ ഒരല്പം കൂടി നീണ്ടേക്കും. അവർ ഹൈക്കോടതിയിലേക്ക് അപ്പുറം സുപ്രീം കോടതിയിലേക്കൊക്കെ അപ്പീലുമായി പോവുകയാണെങ്കിൽ ഇനിയും നിയമപ്രശ്നങ്ങൾ നീളും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സർക്കാർ അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഈ സ്ഥലമുടമകളുമായി സംസാരിക്കുകയും നെഗോഷിയേഷന്റെ ഭാഗമായി അവർ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം ഉടമകൾ മേൽക്കോടതിയെ സമീപിക്കില്ല എന്ന് തന്നെ കരുതാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിലുമൊക്കെ ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേരാൻ സർക്കാരിന് സാധിച്ചാൽ വളരെയധികം തന്നെ നമ്മളേവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസം മുണ്ടക്കയിൽ സാധ്യമാകും. ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.